അപ്പോൾ ഗായ്സ് ഞങ്ങളുടെ ക്ലാസ്സിലെ ദിവസമാണ് കോളേജിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ കോളേജിലെത്തി കേട്ടോ. ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഞങ്ങൾക്ക് ഫർസാന് കൊണ്ടുവന്ന മിഠായി ഓളെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് കൊടുന്ന മിഠായിയാണ് കേട്ടോ. ആ മിഠായിൻ്റെ പേരെന്താ അറിയോ? പാർട്ട്ണർ. ഈ പ്രജീൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവരുന്ന മിഠായി പ്രജി പാർട്ട്ണർ തന്നെ കൊണ്ടുവരണേ. ഗൈസാണ് ഞങ്ങളുടെ സ്വന്തം അതുൽ. മിഠായി എനിക്ക് തരും. അതിന് ഇഷ്ടേട്ട നീ പറയാണ്ടോ? ഗൈസ് ഞങ്ങൾക്ക് ഫസ്റ്റ് അവർ ലിൻസിൻസ് ആണ്. ലിൻസിൻസ് പക്ഷേ മോർണിംഗ് ക്ലാസ്സിലേക്ക് കേട്ടോ. ഞങ്ങൾ കുട്ടികളെ മാറ്റുമ്പോൾ ഭയങ്കര ബഹളമാണ്. ബാക്കിലിരിക്കുന്നത് ഞങ്ങളെ അലനാണ്. അലനും ഷൈമയും ഭയങ്കര സംസാരത്തിലാണ്. അപ്പുറത്ത് റിയാണ്. ഇതുവരെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയില്ല. നിങ്ങൾ തിങ്കളാഴ്ച വരാത്ത തിങ്കളാഴ്ച ഇവിടെ ഞങ്ങൾക്ക് ക്ലാസ്സിൽ വെച്ചിട്ടല്ല ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. എന്താ പിന്നെ പറയാം, സെക്കൻഡ് അവർ സ്റ്റോൺ ബെഞ്ചിലാണ് ഇപ്പോൾ എല്ലാവരും പോയിരിക്കേണ്ടത്. ഞങ്ങൾ ടീ അടയ്ക്കാൻ പോയതായിരുന്നു. പ്രജി ഉണ്ട്. ഞാൻ കുഴിയിൽ പോയി. അവിടെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഞാനേ അടിക്ക് പോലും നോക്കുന്നില്ല. മുള പ്രജി നോക്കിയേക്കാം. കുഴി ഫ്രണ്ട്സൊക്കെ അവിടെ ഇരിക്കുന്നു. നിങ്ങളെ മിസ് ഉണ്ട് കേട്ടോ. ഷൈമ കൊതി കുത്തിയിരിക്കുകയാണ്. എന്തിനാന്ന് അറിയിരിക്കുകയാണ്. അത് ഞാൻ ഒഴിവാക്കി. ഇത് ഞങ്ങൾ ക്ലാസ്സിലെ മൂത്ത കുട്ടി. അത് ഞാൻ ഒഴിവാക്കിയതാ. സ്നേഹാണ്. ക്യാമറ DOP ആയിട്ട് സ്പെഷ്യൽ മെൻഷൻ കൊടുക്കണം കേട്ടോ. അവനെ യൂട്യൂബുകാർ ബാൻ ചെയ്യും കേട്ടോ. രണ്ട് പേരലിന്റെ ഇടയിൽ ആ കൂട്ടത്തിലിരിക്കുന്ന കൊച്ചു കുട്ടിയാണ് ഗൈസ് ഞങ്ങളുടെ മിസ്. ഗൈസ് കഴിഞ്ഞ മാസം കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞുള്ള ജീവിതം ബ്യൂട്ടിഫുൾ. എങ്ങനെയായിരുന്നു ഗൈസ് ഞങ്ങളിതാ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയിട്ടോ ഹോസ്റ്റലിലേക്ക് പോവാണ്. എല്ലാവരും സ്റ്റഡി ലീവും വാല്യുവേഷൻ ലീവും അതുപോലെ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയിട്ട് ഒരുപാട് പിള്ളേർ പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇപ്പം അധികം ആരും കാണാത്തത്. ലഞ്ച് ബ്രേക്കായി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഹോസ്റ്റലിലേക്ക്. നല്ല വെയിലാണ്ട് ഗൈസ്. മുഖത്തേക്ക് നല്ലോണം വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ക്ലാസ്സിലെത്തി. എല്ലാവരും ബുക്ക് എടുത്ത് വയ്ക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഹലോ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. സമയം 1 മണി കഴിഞ്ഞു. 1:05 ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഒന്നും ഇട്ടില്ല. അന്ന് ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ഇന്നെന്താ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോവാനായി. തിരിച്ച് ഞങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആവാനായി. അപ്പോൾ ഞങ്ങൾക്ക് 4-5 മാസം, 2 മാസം വെക്കേഷൻ. അതാ ഞങ്ങൾ വെള്ളം നിറക്കുന്ന സ്ഥലമായിട്ടത്. മഞ്ഞിൻ്റെ വെള്ളം നിറച്ച് ഇതാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്ന സ്ഥലം. ഇവിടെ 2 പാത്രത്തിൽ വെള്ളം നിറച്ച് വയ്ക്കും. ആണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത്.
മഞ്ഞൊരു ബോട്ടിൽ വെള്ളം കൊടുക്കുന്നു. ഇവിടെ വെള്ളം തിളപ്പിച്ചാട്ട് വയ്ക്കാറുള്ളത്. ഇവിടെ പച്ചവെള്ളം കുടിക്കാറില്ലായിരുന്നു അങ്ങനെ. വെള്ളം നിറച്ച് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ഒരു 2 മണിയാകുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും 1:50-1:55 ആകുമ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ പോകും. അത് കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരും പോയി കിടക്കും. അങ്ങനെ റൂമിലൊക്കെ എത്തി. ഞങ്ങളെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാടേ. അപ്പോൾ ഇതേ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഫിലിം കാണാമെന്ന് കരുതി ഞങ്ങളും അതുപോലെ ജൂനിയേഴ്സും കൂടി ജൂനിയേഴ്സിൻ്റെ ക്ലാസ്സിലിരുന്നാട്ടോ പടം കാണുന്നത്. ലഞ്ച് ബ്രേക്കിന് ശേഷമുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, നന്നായിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. പിന്നെ പോരാത്തതിന് വയറ് നിറച്ച് ഫുഡും കഴിച്ച് വന്നിരിക്കുക. പിന്നെ അതേ ഫിലിം കാണാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായി. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ അലൻ്റെയും ഷൈമയുടെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർക്ക് ചെറിയൊരു സർപ്രൈസ് എടുത്തു. ഇത് ഞങ്ങളെ ക്ലാസ്സിലെ റൂമേഴ്സ് കേട്ടോ, കുട്ടിക്കളി മാറാത്ത റൂമേഴ്സാണ്. കേക്കിൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മിഠായി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കിട്ടിയ ടോയ്സ് ഉണ്ട്, ചെറിയ ടോയ്സാണ് കേട്ടോ. അതേ കാണുന്നില്ല, ചെറിയ ടോയ്സാണ്. അത് എടുത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും കേക്ക് കഴിക്കുന്ന ധൃതിയിലാണ്. ഒരാവശ്യമില്ലാതെ തള്ളി വിടുന്നു. കുഴപ്പമില്ല, ഇന്ന് ഞങ്ങൾ വ്ളോഗ് ഇടുന്നുണ്ട് വൈകുന്നേരം വരെ. ഓ എന്താ ചിരി കൊതുക്. ഗൈസ്, ഞങ്ങൾ വൈകുന്നേരത്ത് വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടാണിത്. കൊതുക് കടിക്കുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. 2-3 വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. വൈകുന്നേരം ചായ കുടിച്ച് ഇറങ്ങിയതാണ്. വന്നിരുന്നപ്പോൾ നല്ല കൊതുകിൻ്റെ കടിയായിരുന്നു ഗൈസ്. അതൊക്കെ സഹിച്ച് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം.